ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ആ ഒരു സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റെന്തിലേക്കോ മൂവ് ചെയ്തു പോയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങളെ വിട്ടിനി അവർ പോകില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണവും അവർക്ക് അത്രയധികമായിട്ടുള്ള ലൈഫ് ലെസൺസ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ലഭിച്ചിരിക്കാം. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ മറ്റെന്തിനെയൊക്കെയോ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതായത് അവർ ശരിക്കും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഒരു ദുഃഖത്തിന് അവർ തന്നെ ഇടയായി എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കണക്ഷനിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ഈഗോ ഇഷ്യൂസ് ഉള്ളത് കാരണം ഉണ്ടായ സെപ്പറേഷനുള്ള വ്യക്തികളുണ്ട്. ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ സമ്മതിച്ച് തരാനൊക്കെ വളരെ പ്രയാസമാണ്. ഇനി അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് അവർ ചിലപ്പോൾ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കറക്റ്റായിട്ട് അവരുടെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാത്തൊരു പേഴ്സണാണ് ഈ വ്യക്തി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അവർ ഒരുപാട് ലൈഫ് ലെസൺസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അതവർക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളതാണ്. നിങ്ങളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ളതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ പാസ്റ്റിൽ ലൈഫിൽ ബന്ധമുള്ളതുപോലെയോ അല്ലെങ്കിൽ അത് പറയുന്നത് ഇപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളോടുള്ള കടമ നിർവഹിക്കാത്തത് കൊണ്ട് ഈ ഒരു ജന്മത്തിലും ആ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവേണ്ടി വന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ഒരു പുതിയ തുടക്കം തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് വേണം എന്നവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. ഓക്കെ, ഈ തെറ്റുകളൊക്കെ തിരിച്ച് അറിയാൻ അല്ലെങ്കിൽ തിരുത്താനായിട്ട് നിങ്ങൾ തന്നെയാണ് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ അവരുടെ തന്നെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഷാഡോ സൈഡ് എന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അവർ വിചാരിച്ചു അവരിങ്ങനെ നിങ്ങളിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് ചെല്ലും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവരുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ യാതൊരു ആക്ഷനും എടുക്കുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലേക്കോ ലൈഫിലേക്കോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങളൊരു റണ്ണർ എനർജിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ്
നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങൾ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്ററായിട്ട് അവരെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും അവർ നിങ്ങളോട് പൂർണ്ണമായിട്ടുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ആൻഡ് അവർക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിപ്പോയതായിട്ടുള്ള ബന്ധങ്ങളും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളോട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു സമയത്ത് പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആ ഒരു ഫർഗീവ്നെസ് നിങ്ങളോട് ചോദിക്കുകയാണ്. അവർക്ക് കുറേയധികം ബാഡ് ഹാബിറ്റ്സ് ഉണ്ട് എന്ന് അവർ തന്നെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവരുടെ തെറ്റുകൾ സമ്മതിക്കാത്തത് അവരുടെ ഒരു ബാഡ് ഹാബിറ്റായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും എന്തിനോടെങ്കിലും അഡിക്ഷൻ ഉണ്ടായിരിക്കാം. ചില വ്യക്തികൾക്ക് എന്തെങ്കിലും, ചിലർ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ചില ഗെയിമിനോടായിരിക്കും അഡിക്ഷൻ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള അത്തരത്തിലുള്ള എന്തോ ഒരു അഡിക്ഷൻ ഈ വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർക്കിപ്പോൾ മുന്നോട്ടുള്ള പാത്ത് ഒരു ശൂന്യത പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ അവർക്ക് കിട്ടുന്നില്ല. ലൈഫിൽ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സെപ്പറേഷൻ കാരണം രണ്ടു പേർക്കും ഒരുപോലെ അവരുടെ ലൈഫിൽ ഹേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പെയിൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പഠിപ്പിച്ചെടുക്കുകയാണ് അവരെ. ഓക്കെ, അവർക്കിപ്പോഴുള്ള സാഹചര്യത്തിൽ അവർക്കൊട്ടും തന്നെ സന്തോഷിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അവർ ലൈഫിൽ പല അച്ചീവ്മെൻറ്റ്സും നേടുന്നൊരു സമയമായിരിക്കും, പക്ഷെ ആ ഒരു കാര്യത്തിൽ പോലും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുകയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവരിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്തായാലും തിരിച്ചു വരും, നിങ്ങൾക്ക് ആ ഒരു റിയൽ വാല്യൂ നൽകാൻ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ എന്നാണ് അവർ പറയുന്നത്. അവരെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബെറ്റർ പേഴ്സൺ എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ശൂന്യതയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയാണിത്. ആൻഡ് അവർ ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്പേസ് ഇപ്പോൾ കിട്ടിയപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ സ്വയം ഹീലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. യോഗ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അതായത് സ്പിരിച്വലി അവേക്കൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ കാണാൻ അവർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കഴിയില്ല. നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ മറ്റെല്ലാം നിസ്സാരമാണ് എന്നവർ തീർച്ചയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മിസ്റ്റേക്സ്, ഓക്കെ, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്, അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം തന്നെ തിരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി പോലും അവർക്കില്ല. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു പോയി എന്നൊക്കെ ഓർത്ത് അവരൊരുപാട് ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ അത്രയും കൺഫ്യൂസ്ഡ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.